നമസ്കാരം. സുഭാഷിതം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2-3 ദിവസങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ ഈ വീഡിയോ ഗാലറി കയറി ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. ഒന്ന്, ശ്രീലേഖ IPSന്റെ നേരിട്ടുള്ള ഒരു വോയിസ് ബൈറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പത്രങ്ങളോട് പറഞ്ഞൊരു ബൈറ്റ് ഞങ്ങൾ കൊടുത്തിരുന്നു. അതിൻ്റെ ബേസിൽ ഞങ്ങൾ സ്ട്രോങ് ആയി പറഞ്ഞിരുന്നു ശ്രീലേഖ IPS മത്സരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ടെന്ന്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് രാജീവ് ചന്ദ്രശേഖർ ശ്രീലേഖ IPSന്റെ വീട്ടിൽ പോകുന്നു. അതുമായി ബന്ധപ്പെടുത്തി നരേന്ദ്രമോദിയും നിതിൻ ബബിനും അമിത്ഷാ അടക്കമുള്ള ഡൽഹി നേതൃത്വത്തിന് ഇടപെടലും കൃത്യമായി ശ്രീലേഖ IPS തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുമെന്ന് കറക്റ്റായിട്ട് ഞങ്ങൾ ഉറപ്പിച്ച് പറഞ്ഞു. ഇന്നിപ്പോൾ ഏഷ്യാനെറ്റൊക്കെ അടിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട് എന്നാണ്. എന്ത് ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്? ഞങ്ങൾ വളരെ കൃത്യമായി കാര്യകാരണ സഹിതം പറഞ്ഞിരുന്നു. ഇന്ന കാരണത്താലാണ് ഇത് വിളിച്ചിരിക്കുന്നത്, ഇന്ന ആളാണെന്ന് വളരെ കൃത്യമായി ഞങ്ങൾ ആധികാരികമായി പറഞ്ഞു. ഇന്നിതാ 10 മണിക്ക് രാവിലെ നേമത്തും വട്ടിയൂർക്കാവിലും രണ്ടിടത്ത്, നേമത്ത് ക്യാമ്പയിൻ ആരംഭിക്കുന്നു, വട്ടിയൂർക്കാവിൽ ചുവരെഴുത്ത് ആരംഭിക്കുന്നു. കവടിയാർ നർമ്മദ കോംപ്ലക്സിനടുത്തുള്ള മതിലിൽ ശ്രീലേഖ IPS ചുവരെഴുതിക്കൊണ്ട് അവരുടെ സ്ഥാനാർത്ഥിത്വം അവർ പ്രഖ്യാപിക്കുന്നു. അവരുടെ പേരെഴുതത്തില്ല, പക്ഷെ താമര വരയ്ക്കും. അപ്പുറത്ത് ഇത് നടക്കുന്നു. അപ്പോൾ 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത്, അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് V മുരളീധരൻ, ഈ 3 പേരെ നിർത്തി. പിന്നെ കാട്ടാക്കടയിലെ കൃഷ്ണദാസും 4. ഇനി നഗരത്തിൽ ആരാണ്? നഗരത്തിലെ സെൻട്രൽ, അതായത് തിരുവനന്തപുരം സെൻട്രൽ, നേരത്തെ ആന്റണി, അവിടെ മിക്കവാറും കരമന ജയൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാർ കൊല്ലത്തേക്ക് മാറുമോ എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ തിരുവനന്തപുരം സെൻട്രൽ കൃഷ്ണകുമാറിന് കൊടുക്കുമോ? ഇതാണ് ചോദ്യം. എന്തായാലും വട്ടിയൂർക്കാവിൽ ശ്രീലേഖ IPS മേയറാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിരുന്നു. അവരെ മേയറാക്കാം എന്ന് പറഞ്ഞ് തന്നെയാണ് അവരെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചത്. പക്ഷേ പിന്നെ അതിനകത്ത് മറ്റ് ചില ഇടപെടലുകൾ വന്നു. ഞാൻ അതിനിപ്പോൾ അടഞ്ഞ ഒരു അധ്യായമായതുകൊണ്ടും VV രാജേഷ് നന്നായി പെർഫോം ചെയ്യുന്നത് കൊണ്ടും ഇനിയിപ്പോൾ ശ്രീലേഖ IPS ആവാത്ത കഥ നമുക്കറിയാമെങ്കിലും അത് പറയേണ്ട കാര്യമില്ല, അതിൻ്റെ കാലം കഴിഞ്ഞു. എന്തായാലും 7000-ലധികം വോട്ട് വട്ടിയൂർക്കാവ് മണ്ഡലം ഉൾപ്പെടുന്ന ഈ കോർപ്പറേഷൻ പരിധികളിലുള്ള കൗൺസിലർമാർ, അത് VV രാജേഷ് അടക്കമുള്ള, അതുപോലെ ശ്രീലേഖ IPS അടക്കമുള്ള ശാസ്തമംഗലം, കൊടുങ്ങാനൂർ, വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്ന തുരുത്തുമൂല, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം കൂടി ചേരുന്നിടത്തുനിന്ന് 7000-ലധികം വോട്ട് BJP കോർപ്പറേഷനിൽ കൂടുതൽ പിടിച്ചിട്ടുണ്ട്. അത് പിടിക്കാൻ പറ്റിയാൽ ശ്രീലേഖ അത്ഭുതം സൃഷ്ടിക്കും. പറ്റില്ല എന്ന് പറയാനും കഴിയില്ല. കാരണം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ജയിക്കാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, അവർക്ക് 10-35 സീറ്റ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, അതൊരു വിഷയമാണ്. രണ്ടാമത്, ആര്യ രാജേന്ദ്രനെതിരെയുള്ള കുറേ ഭരണവിരുദ്ധ വിവരം ഉണ്ടായിരുന്നു. അതിനേക്കാളൊക്കെ ഉപരി രാജീവ് ചന്ദ്രശേഖറിൻ്റെയും ശ്രീലേഖ IPSന്റെ എൻട്രിയും വലിയ സാധ്യതയുണ്ടാക്കി. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ശ്രീലേഖ IPS നിർത്തിയത് കൊണ്ട് അവർ മേയറാകാൻ എല്ലാ സാധ്യതയുമുണ്ടെന്ന്. പക്ഷെ അവർ മേയർ ഒഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു, അവർ ഒന്നുകിൽ MLA അല്ലെങ്കിൽ ഗവർണർ. ഇപ്പോൾ എന്നിട്ട് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ MLA ആകും, വട്ടിയൂർക്കാവിൽ മത്സരിക്കുമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ അത് വളരെ കൃത്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ ഗാലറി കയറി പഴയ ദിവസങ്ങളിലെ ഞങ്ങളുടെ വീഡിയോ കാണാം. മറ്റൊരു ചാനലും അത്ര ഡിജിറ്റലാകട്ടെ, അല്ലെങ്കിൽ പിന്നെ യൂട്യൂബ് ആകട്ടെ, സാറ്റലൈറ്റ് ചാനൽ, ഒരു ചാനലും അങ്ങനെ ആധികാരികമായി ശ്രീലേഖയുടെ സീറ്റ് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ പറയാൻ കാരണമുണ്ടായിരുന്നു. കാരണം കേന്ദ്ര ഇൻ്റലിജൻസ് റിപ്പോർട്ടും ബ്യൂറോയും കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടി സംസ്ഥാനത്തെ ഓരോ മണ്ഡലത്തിലും എന്താണ് സംഭവിക്കുകയെന്നും അവിടുത്തെ സാധ്യതകളെ സംബന്ധിച്ചും അപ്പോൾ റിപ്പോർട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പഴയ UPA ഗവൺമെൻറ് പോലത്തെ ഒരു ഗവൺമെൻറ് അല്ല മോദിയുടെ ഗവൺമെൻറ്. അവിടെ വളരെ കൃത്യമായി ഈ രാജ്യത്തെ ഓരോ ചലനങ്ങളും അവർ വീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യും. അങ്ങനെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉൾപ്പെടെ, കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഉൾപ്പെടെ റിപ്പോർട്ട് അനുസരിച്ചാണ് ശ്രീലേഖ IPSനെ കൂടി തിരുവനന്തപുരത്ത് മത്സരിപ്പിച്ചാൽ തിരുവനന്തപുരത്ത് കിട്ടുന്നത് മറ്റൊരു ഹൈപ്പാണ്. അതായത് ഇനിയിപ്പോൾ നിങ്ങൾ നോക്കിയോളൂ, ഇനി ഞങ്ങൾ പറയുന്നത് എഴുതി വെച്ചോളൂ നിങ്ങൾ. തിരുവനന്തപുരത്ത് നിതിൻ ബബിൻ വരാൻ സാധ്യതയുണ്ട്, BJPയുടെ ദേശീയ പ്രസിഡന്റ്. നരേന്ദ്രമോദി വരാൻ സാധ്യതയുണ്ട്, അതുപോലെ JP നദ്ദ വരാൻ സാധ്യതയുണ്ട്, പിന്നെ അമിത്ഷാ വരാൻ സാധ്യതയുണ്ട്. വിവിധ ഘട്ടങ്ങളിൽ വലിയ നേതാക്കൾക്ക്, അണ്ണാമല വരാൻ സാധ്യതയുണ്ട്. വലിയ വലിയ നേതാക്കൾ കേരളത്തിൽ വരാൻ വലിയ സാധ്യത, കേരളത്തിലല്ല തിരുവനന്തപുരത്ത് വരാൻ സാധ്യതയുണ്ട്. തിരുവനന്തപുരത്തെ ഒരു റീജിയനായി തിരിച്ചുകൊണ്ടാണ് ഇപ്പോൾ കളി നടക്കുന്നത്. ഇതുപോലെ മധ്യ കേരളത്തെ ഒരു റീജിയനായി തിരിച്ചുകൊണ്ട്, കോട്ടയം ഭാഗത്ത്, പാലാ ഭാഗത്തെ തിരിച്ചുകൊണ്ട്, പാലാ
പൂഞ്ഞാർ ഭാഗത്തെ തിരിച്ചുകൊണ്ടുള്ള ഒരു കളി അവിടെയുണ്ട്. മലബാറിൽ ചെല്ലുമ്പോൾ തൃശ്ശൂർ, പാലക്കാട് ഭാഗത്തെ പിടിച്ചുകൊണ്ടുള്ള ഒരു കളി അവിടെ BJP ഉണ്ട്. പിന്നെ കാസർഗോഡ്. അങ്ങനെ വടക്കും തെക്കും മധ്യഭാഗത്തും ഒക്കെ 4 സ്ഥലങ്ങളിലായി കൃത്യമായി BJP കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. BJPയോട് പറയാനുള്ളത്, നിങ്ങൾ 140 മണ്ഡലങ്ങളിൽ മത്സരിക്കരുത്. സ്ഥാനാർത്ഥികളെ നിർത്തിക്കോളൂ, പക്ഷെ 30ഓളം മണ്ഡലങ്ങളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ UDFുമായിട്ട് നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലും കൂടെ പോകണം. ഇത് രാഷ്ട്രീയമാണ് കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോയാൽ നിങ്ങൾക്കൊരു 10 സീറ്റ് UDFിൻ്റെ പിടിച്ചു വാങ്ങണം. UDF അധികാരത്തിൽ വരും, ഉറപ്പാണ്. UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയാണ് കാണുന്നത്. പിന്നെ LDFിൻ്റെ പുറകെ നിങ്ങൾ ഇനി നടക്കരുത്. ഒരു 10 സീറ്റ് നിങ്ങൾ വാങ്ങുക, ബാക്കി 20 സീറ്റിൽ 30 സീറ്റിൽ നിങ്ങൾ മത്സരിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. 140 സീറ്റിൽ മത്സരിക്കുമെങ്കിലും 30 സീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഒരു 10 സീറ്റ് നിങ്ങൾ പിടിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക. അതിന് നിങ്ങൾക്ക് നല്ല പ്രഗത്ഭരായ 10 പേർ മത്സരിക്കുന്നുണ്ടല്ലോ, അവരെ നിയമസഭയിൽ കയറ്റാനുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. ബാക്കി പരിപാടിയൊക്കെ ആലോചിച്ച് ചെയ്താൽ മതി. എന്തായാലും ശ്രീലേഖ IPS തിരുവനന്തപുരത്ത് മത്സരിച്ചു, വട്ടിയൂർക്കാവിൽ വരുന്നു. ഇനി അപ്പുറത്ത് വരാൻ പോകുന്ന VK പ്രശാന്ത് തന്നെയാണ്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ അവിടെ ഉള്ളത് കൊണ്ട് VK പ്രശാന്ത് തന്നെയാണ്. മൂന്നാമനായി കോൺഗ്രസിൽ വരാൻ പോകുന്ന ആര് എന്നുള്ളതാണ് ഒരു വലിയ തർക്കം. ഇനി കോർപ്പറേഷനിലെ ശബരിനാഥ്, കവടിയാറിൽ ജയിച്ചിട്ടുള്ള ശബരിനാഥ് കയറി നിൽക്കുമോ? കാരണം ശ്രീലേഖ IPSനോടൊന്ന് ഫൈറ്റ് ചെയ്യാൻ, അതോ മുരളീധരൻ തന്നെ നിൽക്കുമോ? മുരളീധരൻ നിന്ന് തോറ്റുപോയാൽ, നേരത്തെ സുരേഷ് ഗോപിയോടും തോറ്റു, ഇനി മുരളീധരൻ തോറ്റുപോയാൽ ശിവൻകുട്ടിയോടൊപ്പം നേമത്തും തോറ്റുപോയാൽ ചാവേറായി പോവും. പിന്നെ മുരളിയുടെ കാര്യത്തിൽ ഗോവിന്ദ, മുരളിക്ക് പിന്നെ പൊളിറ്റിക്കൽ കരിയർ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് മുരളീധരൻ കുറച്ചുകൂടി സേഫായ ഒരു മണ്ഡലത്തിൽ പോയി മത്സരിക്കണം. തിരുവനന്തപുരത്ത് കയറി കളിക്കരുത്. തിരുവനന്തപുരം ഇപ്പോൾ വട്ടിയൂർക്കാവിൻ്റെ സ്വഭാവം മാറി. അവിടെ മുരളീധരൻ ജയിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു മണ്ഡലത്തിലേക്ക് പോകണം. വട്ടിയൂർക്കാവ് ശ്രീലേഖ IPS വന്നതോടുകൂടി അതിൻ്റെ സ്വഭാവം മാറുകയാണ്. നായർ പിന്നെ ജാതിയുടെ ഇക്വേഷൻ എടുത്താലും പിന്നെ അവരുടെ പദവി, അവർ ഇപ്പോൾ അവരുടെ പെർഫോമൻസ്, അവരുടെ കൗൺസിലറായിരിക്കുന്നത്, പിന്നെ അവർക്കുള്ള സോഷ്യൽ മീഡിയയിൽ അവിടെ റീച്ച് എല്ലാം അവർക്ക് അനുകൂലമാണ്. അവർ വലിയ ഹൈപ്പായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നത്. അത് തീർച്ചയായിട്ടും ശ്രീലേഖ IPS നമ്മൾ വിചാരിച്ച പോലെ അൽഫോൺസ് കണ്ണന്താനമോ അതുപോലെ ജേക്കബ് തോമസോ പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ആളുകൾ വന്നല്ലോ, IPS IAS എന്നൊക്കെ വന്നെങ്കിലും അവരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി ചലനാത്മകമായി പൊളിറ്റിക്സിൽ തന്നെ നിൽക്കുകയാണ്. അല്ലാതെ ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല. സ്ഥാനം കിട്ടിയാൽ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ സൈലൻ്റ്. പൊളിറ്റിക്സിൽ അങ്ങ് ഇറങ്ങുകയാണ് അവർ. അത്ര വലിയ ആവേശമായിട്ട് തിരുവനന്തപുരത്തെ BJPക്കാരുടെ ഒരു ആവേശമായി അവർ മാറിയിട്ടുണ്ട്. അവർ വൈസ് പ്രസിഡന്റ് ആക്കിയത് കറക്റ്റ് തീരുമാനമാണെന്നുള്ള നിലയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ. എന്തായാലും ശ്രീലേഖ IPS വട്ടിയൂർക്കാവ് കൊണ്ടുപോകുമോ എങ്കിൽ മാറി നേരത്തെ M വിജയകുമാർ ജയിച്ചിട്ടുണ്ട്, മോഹൻകുമാർ കോൺഗ്രസിൻ്റെ ജയിച്ചിട്ടുണ്ട്. മാറി തിരുവനന്തപുരം വട്ടിയൂർക്കാവും തിരിഞ്ഞ്, പഴയ നോർത്താണ്, തിരിഞ്ഞ് വന്ന വട്ടിയൂർക്കാവ്. കഴിഞ്ഞ K മുരളീധരൻ ജയിച്ചിട്ടുണ്ട്. പല ഘട്ടത്തിൽ കോൺഗ്രസും CPM മാറി വന്നിടം 2 പ്രാവശ്യം VK പ്രശാന്ത് ജയിച്ചെങ്കിൽ VK പ്രശാന്തിൻ്റെ റൂം ഒഴിഞ്ഞു പോകാൻ തൻ്റെ കോർപ്പറേഷൻ്റെ റൂമിൽ നിന്ന് VK പ്രശാന്തിനോട് റൂം പറഞ്ഞ് ഇറങ്ങിയെങ്കിൽ മണ്ഡലത്തിൽ നിന്നേ VK പ്രശാന്തിനെ ഇറക്കി വിടുമോ? കാത്തിരുന്ന് കാണാം. നമുക്ക് എന്തായാലും മുരളീധരനും VK പ്രശാന്തും ശ്രീലേഖ IPSും മത്സരിക്കുമ്പോൾ ഇപ്പോൾ അപ്പർ ഹാൻഡ് കിട്ടിയിരിക്കുന്നത് ശ്രീലേഖ IPSനാണ്.